സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു മാസം പ്രോഗ്രാമാണ്. ഒരു 3 നമ്പേഴ്സ് തന്നാൽ അവയുടെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2 സെഗ്മെൻറ്റുകൾ വേണം. ഒന്ന് വേരിയബിൾ ഡിക്ലറേഷൻ സെഗ്മെൻറ്റ്, പിന്നെ പ്രോഗ്രാം എഴുതുന്ന കോഡ് സെഗ്മെൻറ്റും. അപ്പോൾ നമ്മൾ ആദ്യം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ഡാറ്റ സെഗ്മെൻറ്റ്. അപ്പോൾ ഡാറ്റ സെഗ്മെൻറ്റിനെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ സെഗ്മെൻറ്റിൻ്റെ പേര് ഡാറ്റ, എൻഡസിന് മുമ്പ് ആ ഡേറ്റ എന്ന് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഡാറ്റ സെഗ്മെൻറ്റ്. ഇവിടെ ഞാൻ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. N1 എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പർ, N2 എൻ്റെ സെക്കൻഡ് നമ്പർ, N3 തേർഡ് നമ്പർ. ഈ 3 നമ്പറുകളുണ്ട്. ഇവയുടെ ആവറേജാണ് എനിക്ക് എടുക്കേണ്ടത്. ഇനി റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു ബൈ ടൈപ്പ് വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് 3 ബൈ ടൈപ്പ് വേരിയബിളാണ്. N1 ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, N2 എന്ന് പറയുന്നതിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, N3 ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ബൈ ടൈപ്പ് ആയതുകൊണ്ടാണ് 2 ഡിജിറ്റ് നമ്പർ ഞാൻ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഇതാണ് എൻ്റെ വേരിയബിൾ ഡിക്ലറേഷൻ പാർട്ട്. അവിടെ ഞാൻ 3 വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് DB ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് കൊടുത്തേക്കുന്നത്, അൺഇനിഷ്യലൈസ്ഡ് ആയിട്ട്. ഇപ്പം റിസൾട്ട് എന്ന് പറയുന്ന ഈ RES വേരിയബിളിൽ വാല്യൂ ഒന്നുമില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി പ്രോഗ്രാം എഴുതുന്ന സെഗ്മെൻറ്റിലോട്ട് പോകാം. ആ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ കോഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡ് സെഗ്മെൻറ്റിനകത്ത് നമ്മൾ CS രജിസ്റ്ററും DS രജിസ്റ്ററിലും ഡാറ്റാ സെഗ്മെൻറ്റ് ഏതാണ്, കോഡ് സെഗ്മെൻറ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. ഇനി കോഡ് സെഗ്മെൻറ്റിൻ്റെ അകത്ത് ഡാറ്റാ സെഗ്മെൻറ്റിൻ്റെ അഡ്രസ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്ന കോഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റയാണ് നമ്മുടെ ഡാറ്റാ സെഗ്മെൻറ്റ്. അതിൻ്റെ അഡ്രസ്സ് AXലോട്ട് പാസ് ചെയ്തിട്ട് AXൽ നിന്ന് DSലോട്ട് പാസ് ചെയ്തു. ഇത് നമ്മൾ എല്ലാ മാസം പ്രോഗ്രാമിലും എഴുതേണ്ട കോഡാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, AL രജിസ്റ്ററിലോട്ട് num1 ഫസ്റ്റ് നമ്പർ പാസ് ചെയ്തു. എന്നിട്ട് ALലെ കണ്ടൻറ്റും num2 കൂടി തമ്മിൽ ആഡ് ചെയ്തു. അപ്പം ആഡ് AL, num2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AL ഈസ് ഈക്വൽ ടു AL പ്ലസ് N2 എന്നാണ് മീനിങ്. AL ഓൾറെഡി നമ്മൾ ഫസ്റ്റ് N1 ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ AL ആഡ് AL N2 എന്ന് പറഞ്ഞാൽ AL ഇപ്പോൾ N1 ഉണ്ട്, N1ൻ്റെ കൂടെ N2 കൂടി ആഡ് ചെയ്തു. AL ഇപ്പം അത് രണ്ടും ആഡ് ചെയ്ത് റിസൾട്ട് ഉണ്ട്. ഇനി മൂന്നാമത്തെ നമ്പറും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ALലെ റിസൾട്ടിൻ്റെ കൂടെ N3യും കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇനി എനിക്ക് ഇതിൻ്റെ ആവറേജാണ് എടുക്കേണ്ടത്. അപ്പോൾ 3 നമ്പേഴ്സിൻ്റെ ആവറേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ BLൽ എന്ത് കൊടുത്തു, 3 കൊടുത്തു. അപ്പോൾ BLൽ ഞാൻ എന്ത് കൊടുത്തു, 3 കൊടുത്തു. 3 ഡിവൈഡഡ് ബൈ 3 ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, AH ഒന്ന് ക്ലിയർ ചെയ്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവ് BL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AX ഡിവൈഡഡ് ബൈ BL ആണ് ചെയ്യുന്നത്. എന്നിട്ട് ALൽ കോഷ്യൻറ്റും വരും, AHൽ റിമൈൻഡറും വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ AHൽ ഒരു വാല്യൂം ഇടാതെ ക്ലിയർ ആക്കി വെച്ചു. ഡിവ് BL എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി AX ആണ് എടുക്കുന്നത്. അപ്പോൾ ALൽ എൻ്റെ 3 നമ്പറിൻ്റെ സമ്മിരിപ്പുണ്ട്. AH അത് എന്ത് ചെയ്തു, ഹയർ ഓർഡർ ബിറ്റ് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡിവ് BL ചെയ്തു. ഡിവ് BL എന്താ ചെയ്യുന്നത്, AX ഡിവൈഡഡ് ബൈ BL ചെയ്യും. എന്നിട്ട് റിസൾട്ട് ആയിട്ടുള്ള കോഷ്യൻ്റ് നമ്മുടെ ഇവിടെ ഉണ്ട്, ALലുണ്ട്. അത് ഞാൻ റിസൾട്ടിലോട്ട് മൂവ് ചെയ്യിച്ചു. ഇനി എനിക്ക് പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഡോസ് പ്രോംപ്റ്റിൽ നിന്ന് എക്സിറ്റ് ആവാൻ കൊടുക്കുന്ന കോഡ് മൂവ് AH 4CH ഇൻറ്റു 21H, മൂവ് AH 4CH ഇൻറ്റു 21H. ഇനി എന്ത് ചെയ്യണം, കോഡ് എൻഡസ് പിന്നെ എൻ സ്റ്റാർട്ട്. അപ്പോൾ ദിസ് ഈസ് ദ പ്രോഗ്രാം ടു കമ്പ്യൂട്ട് ദ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് യൂസിങ് മാസം.